ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും കേന്ദ്ര സർവകലാശാലകളിലും ഉൾപ്പെടെ പ്രവേശനം നേടുന്ന വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ മലപ്പുറത്തുണ്ടായ വൻ മുന്നേറ്റം രാജ്യ തലസ്ഥാന നഗരിയിൽ നേരിട്ട് പ്രകടമാകുന്നുണ്ടെന്ന് ഹാരിസ് ബീരാൻ എം പി പറഞ്ഞു. മലപ്പുറത്ത് നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ ഫീസ് ഫ്രീ നഗരസഭാ പദ്ധതി ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. തലസ്ഥാന നഗരിയിലെ ജവഹർലാൽ നെഹ്റു സർവകലാശാല, ഡൽഹി യൂണിവേഴ്സിറ്റി, ജാമിയ മില്ലിയ സർവകലാശാല ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ മാത്രം ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് ഉന്നത പഠനത്തിനായി തെരഞ്ഞെടുക്കപ്പെട്ടെത്തുന്നത്. സമൂഹത്തിൽ മൊത്തത്തിലുണ്ടായ വിദ്യാഭ്യാസ ഉണർവും മലപ്പുറം നഗരസഭ പോലുള്ള പ്രാദേശിക ഭരണകൂടങ്ങൾ കാഴ്ചപ്പാടോടുകൂടി നടപ്പിലാക്കിയ ആസൂത്രിത മുന്നേറ്റത്തിന്റെ കൂടി ഫലമാണ് ഈ നേട്ടമെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ആ പ്രദേശത്ത് താമസിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികളുടെയും മത്സര പരീക്ഷകളുടെ ചെലവ് ഏറ്റെടുക്കുന്നത് രാജ്യത്ത് തന്നെ ആദ്യമാണ്. ഭരണകൂടങ്ങളുടെ പ്രവർത്തന മേഖലയിൽ പുതിയ മാതൃകകളും ആശയങ്ങളുമാണ് സമൂഹത്തിന് ഗുണകരമായ രീതിയിൽ നടപ്പിലാക്കുന്നത്. പരമ്പരാഗത പ്രവർത്തന മേഖലകൾക്കപ്പുറം കാലഘട്ടത്തിന്റെ ചുവരെഴുത്ത് വായിച്ചെടുത്ത് നടപ്പിലാക്കുന്ന ആശയസമ്പുഷ്ടവും വിപ്ലവകരവുമായ മുന്നേറ്റമുണ്ടാക്കുന്ന ഇത്തരം പദ്ധതികൾ അഭിനന്ദനാർഹമാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അതത് പ്രദേശത്ത് മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഈ രീതിയിൽ പ്രവേശന പരീക്ഷകൾക്ക് സംവിധാനമൊരുക്കിയാൽ മലപ്പുറം ലോകോത്തര നിലവാരത്തിലുള്ള പ്രദേശമായി മാറാൻ എളുപ്പം വഴി തെളിയുമെന്നും അദ്ദേഹം പറഞ്ഞു. മുനിസിപ്പാലിറ്റിക്ക് പൈസ ചെലവാക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ മുനിസിപ്പൽ ചെയർമാനും അതേപോലെ തന്നെ മുനിസിപ്പൽ അംഗങ്ങൾക്കും വോട്ട് ലക്ഷ്യമാക്കി പൈസ ചെലവാക്കപ്പെടുന്ന ഒരുപാട് പദ്ധതികൾ വേണ്ടുവോട്ട് പൈസ ചെലവാക്കാം. പക്ഷേ ഒരു വിദ്യാഭ്യാസ പദ്ധതി അതും ഇതുപോലെ കുഞ്ഞുമക്കളെ ഏതെങ്കിലും രീതിയിൽ മുന്നോട്ട് എത്തിക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ട് വിദ്യാഭ്യാസ പദ്ധതിക്ക് വേണ്ടിയിട്ട് ഈ രീതിയിൽ പൈസ ചെലവാക്കി കുട്ടികൾക്ക് ഒരു ഭാവി ഉറപ്പുവരുത്തണം എന്ന രീതിയിലുള്ള ഒരു പദ്ധതി എന്ന് പറയുന്നത് രാജ്യത്തിന് തന്നെ അഭിമാനകരമായ ഒരു പദ്ധതി. മലപ്പുറം നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ നഗരസഭാ പ്രദേശത്തെ മുഴുവൻ ഗവൺമെന്റ് സ്കൂളുകളിലെയും വിദ്യാർത്ഥികളുടെ LSS, USS, NMSS, കേന്ദ്ര സർവകലാശാല പ്രവേശന പരീക്ഷയായ CUET, PSC പരിശീലനം, സാക്ഷരതാ തുല്യതാ പരീക്ഷ തുടങ്ങിയ മുഴുവൻ പരീക്ഷകളുടെയും പാഠ്യേതര മേഖലയിൽ ഒപ്പന, കർണാട്ടിക് സംഗീതം, മാപ്പിളപ്പാട്ട്, ഫുട്ബോൾ, ഹോക്കി, ടേബിൾ ടെന്നീസ്, കളരി എന്നീ പരിശീലനങ്ങൾ എന്നിവയ്ക്കുള്ള പരിശീലന ഫീസുകൾ നഗരസഭയാണ് വഹിക്കുന്നത്. പദ്ധതി മുഖാന്തരം കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ 300ഓളം വിദ്യാർത്ഥികൾ കേന്ദ്ര സർവകലാശാലകളിൽ മാത്രം പ്രവേശനം നേടി. LSS, USS, NMSS പരീക്ഷകളിലും റെക്കോർഡ് മുന്നേറ്റമാണ് പദ്ധതി വഴി 2 വർഷത്തിനിടയിൽ മലപ്പുറത്ത് നേടിയെടുത്തത്. നിലവിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തന മേഖലയിൽ ഉൾപ്പെടാത്ത മേഖലയായതിനാൽ സർക്കാരിന്റെ നൂതന കമ്മിറ്റിയുടെ പ്രത്യേകാനുമതി വാങ്ങിയാണ് പദ്ധതി നടപ്പിലാക്കി വരുന്നത്. ചെറിയ പ്രായം മുതൽ സ്കൂൾ വിദ്യാർത്ഥികളെ മത്സര പരീക്ഷയ്ക്ക് പ്രാപ്തമാക്കി സിവിൽ സർവീസ് ഉൾപ്പെടെയുള്ള പരീക്ഷകളിലേക്ക് വിദ്യാർത്ഥികളുടെ എണ്ണം വർദ്ധിപ്പിച്ചുകൊണ്ടുവന്ന വിദ്യാഭ്യാസ മുന്നേറ്റം സൃഷ്ടിക്കുന്ന പദ്ധതിയാണ് ഇതുവഴി നഗരസഭ വിഭാവനം ചെയ്യുന്നത്. മുഴുവൻ പരിശീലനത്തിന്റെയും ചെലവുകൾ നഗരസഭാ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നൽകിവരുന്നു. ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ മുജീബ് കാടേരി അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ PK അബ്ദുൽ ഹക്കീം, PK സക്കീർ ഹുസൈൻ, മറിയുമ ഷെരീഫ്, CP ആയിഷ ബി, പ്രതിപക്ഷ നേതാവ് O സഹദേവൻ, സ്കൂൾ ഡയറക്ടർ PV അഹമ്മദ് സാജു, കൌൺസിലർമാരായ C സുരേഷ്, AP ഷിഹാബ്, മഹ്മൂദ് കോതേങ്ങൽ, സുഹൈൽ ഇടവഴിക്കൽ, EK ജാസിർ, ICICI റീജിയണൽ ഹെഡ് ജയചന്ദ്രൻ, ബ്രാഞ്ച് മാനേജർ സജിൻ, ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ PTA പ്രസിഡന്റ് PK ബാവ, പൊതുവിദ്യാഭ്യാസ വകുപ്പ് റിസോഴ്സ് പേഴ്സൺ ജിയാസ് മുഹമ്മദ്, പ്രോഗ്രാം കോർഡിനേറ്റർ M ജൌഹർ എന്നിവർ സംസാരിച്ചു. ഈസ്റ്റ് ലൈവ്, മലപ്പുറം.